ഹലോ ഹായ് വണക്കം മകളെ വണക്കം. അങ്ങനെ ഇന്ന് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലാലേട്ടൻ സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമ കണ്ടു. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് നാളുകളായിട്ട് ഒരു ഫാൻറ്റസി മൂവി എന്നുള്ള ലേബലിൽ മോഹൻലാൽ എന്ന് പറയുന്നൊരു സംവിധായകനെ കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു. 1980 ഡിസംബർ 25 ഇതുപോലൊരു ദിവസം തന്നെയായിരുന്നു മോഹൻലാൽ എന്ന് പറയുന്നൊരു താരോദയം മലയാളത്തിന് സമ്മാനിച്ചത്. ഇന്ന് അതുപോലൊരു ദിവസം തന്നെ മോഹൻലാൽ എന്ന സംവിധായകനെ മലയാളത്തിന് കിട്ടിയിരിക്കുകയാണ്. മോഹൻലാൽ എന്നൊരു സംവിധായകൻ്റെ ഒരു ക്രാഫ്റ്റ് വർക്ക് എന്താണ് എന്ന് കാണുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നൊരു ദിവസമാണ്. സിനിമയുടെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇൻ്റർവ്യൂ ടൈമിൽ തന്നെ മോഹൻലാൽ ഏകദേശം ഇതിൻ്റെ ഒരു പ്രൊമോഷൻ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫാൻറ്റസി മൂവിയാണ് എന്നുള്ളത്. സോ ആ ഒരു ലേബലിൽ തന്നെയാണ് നിങ്ങൾ ഈ സിനിമ കാണുക എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ കുട്ടിക്കാലത്ത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ പോലെയൊക്കെയുള്ള സിനിമകൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏകദേശം അതിൻ്റെ ഒരു ഫോർമാറ്റ് പിടിച്ച് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഫോർമാറ്റ് പിടിച്ച് എന്നാൽ അതിനേക്കാൾ ഉപരി ഒരു നല്ല കിടിലൻ പ്രൊഡക്ഷൻ ക്വാളിറ്റി കീപ്പ് ചെയ്ത് അതുപോലെ നല്ല വിഷ്വൽ ക്വാളിറ്റീസ് സമ്മാനിക്കുന്ന ഒരു സിനിമ. ബട്ട് ഇതിൻ്റെ സ്റ്റോറി ലൈനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ മൈ ഡിയർ കുട്ടിച്ചാത്തനൊക്കെ കണ്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പീക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ആ ഒരു സ്റ്റോറിയുടെ ഒരു ഗ്രിപ്പിംഗ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നിടം തൊട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് സിനിമയ്ക്കുണ്ടായ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇവിടെ കഥാപാത്രങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് കഥയുടെ ഒരു ഡീറ്റെയിലിങ്ങിലേക്കും പോവുകയാണ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നൊരു ഏരിയ അല്ലെങ്കിൽ ഒരു ഇൻ്റർവെല്ലിന് മുമ്പുള്ളൊരു പോർഷൻ എന്ന് പറയുന്നത് ശരിക്കും ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ആയിട്ട് എടുത്തെങ്കിൽ പോലും അവിടെ ഒരു ക്യൂരിയോസിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഒരു ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ പോയതുപോലെയാണ് ഫീൽ ചെയ്തത്. കുട്ടികളുടെ ഒരു ഏരിയ ആയിട്ട് ഈ ഒരു മൂവിയെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ എന്ന് തന്നെയാണ് തോന്നിയത്. കാരണം ഇവിടെ ഇപ്പോൾ കുട്ടികളെ കൊണ്ടിരുത്തിയാൽ പോലും ഇപ്പോൾ നമ്മൾ ഒരുപാട് 3D മൂവീസ് അല്ലെങ്കിൽ ഇതുപോലെ ഫാൻറ്റസി ടൈപ്പ് മൂവീസ് കാണാറുണ്ട്. ബട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കിട്ടുന്നൊരു ഗ്രിപ്പിംഗ് ഉണ്ട്. ആ ഒരു ഗ്രിപ്പിംഗ് ഏരിയ ബറോസ് എന്ന് പറയുന്നൊരു മൂവിയിൽ എവിടെയും ഫീൽ ചെയ്തില്ല. എസ്പെഷ്യലി ക്യാരക്ടേഴ്സിനോടുള്ള ഒരു കണക്ഷൻസ് എത്രത്തോളം ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാമോ അത്രത്തോളം ബിൽഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് പോലും ഈ ക്യാരക്ടേഴ്സിനോട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ എവിടെയും ഫീൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ലാലേട്ടൻ പുള്ളിക്കാരൻ ഒരു സംവിധായകൻ ആയി നിൽക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു അഭിനേതാവ് കൂടിയായിട്ട് ഇതേ സിനിമയിൽ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ രണ്ട് ഏരിയയിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അഭിനേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിസ്മയിച്ചിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇവിടെ സംവിധായകൻ എന്നുള്ളൊരു നിലയിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു സിനിമയുടെ സ്റ്റോറി ലൈനിനെ കുറച്ചുകൂടെ ഗ്രിപ്പിംഗ് ആക്കി എൻഗേജിങ് ആക്കി കൊണ്ടുവരാൻ പറ്റാതെ പോയി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് ഇത് കുട്ടികൾക്ക് കാണുകയാണെങ്കിൽ പോലും ഇത് അവരെ കൂടെ വരുന്ന ഫാമിലീസും അല്ലെങ്കിൽ മറ്റുള്ളവരും ഒക്കെ കാണേണ്ടത് തന്നെയാണ്. സോ അവർക്കാണെങ്കിൽ പോലും എൻഗേജ് ചെയ്യിപ്പിക്കാൻ ഈ കുട്ടികളെ ആണെങ്കിൽ പോലും ഒരു ക്യൂരിയോസിറ്റി കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് വണ്ടറാക്കാൻ പറ്റുന്ന ഒരു എലമെൻസും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായില്ല. ബട്ട് ഇവരുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി വിഷ്വൽ ക്വാളിറ്റി അതൊക്കെ സൂപ്പർബായിരുന്നു. എന്നിരുന്നാൽ പോലും ഇതിനകത്തൊരു അണ്ടർ വാട്ടർ സീനുണ്ട്. വെറുതെ അങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടായിരുന്നു എന്നുള്ളൊരു ഫീല് തോന്നിപ്പോയി കണ്ടുകൊണ്ടിരുന്നപ്പോൾ. കാരണം ടോട്ടലി ലൈവ് ആക്ഷനിൽ നിന്ന് നേരെ മാറിയിട്ട് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഒരു അനിമേറ്റഡ് സ്റ്റൈലാണ് പിന്നീട് അതിനടിയിലേക്ക് പിടിച്ചിരിക്കുന്നത്. ബിക്കോസ് മേ ബി അതിൻ്റെ മേക്കിങ്ങിനുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ലൈൻ പിടിച്ചിരിക്കുന്നത്. പക്ഷേ അതവിടെ ഭയങ്കര അരോചകമായിട്ട് തോന്നി. ഈ സ്റ്റോറിക്ക് ഒരു പീക്ക്നെസ് കിട്ടാതെ, അതായത് ഭയങ്കര സ്ലോ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു രീതിയിലാണ് സിനിമ പൊയ്ക്കൊണ്ടിരുന്നത്. പകരം കുറച്ചുകൂടെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന എലമെൻറ്റ്സ് ഉണ്ട്. ബട്ട് ആ എലമെൻറ്റ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോറി കൊണ്ടുപോയിരുന്നെങ്കിൽ ഭയങ്കര രസമാവേണ്ട മൂവിയായിരുന്നു. ബട്ട് എന്നിരുന്നാൽ പോലും ഈ സിനിമയുടെ എന്താ പറയുക ഒരു മ്യൂസിക്കൽ ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രസമാണ്. നമ്മൾ ഹോളിവുഡ് സ്റ്റൈലിലൊക്കെ കാണുന്ന ഒരു ഫീലില്ലേ അല്ലെങ്കിൽ അത്തരത്തിൽ കൊണ്ടുവരുന്ന ഒരു ഫീല് തീർച്ചയായിട്ടും ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ കൊണ്ടുവരുന്ന ഏരിയാസിനെ ടോട്ടലി ഒരു പ്രേക്ഷകനെ സുഖിപ്പിക്കാൻ പറ്റുന്ന ഒരു എലമെൻറ്റ്സ് ഇല്ലാത്ത രീതിയിൽ കണ്ടിന്യൂ ചെയ്തു പോയി. ഇപ്പോൾ ചില സീൻസൊക്കെ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാർ മൂവ് ചെയ്ത് പോകുന്നൊരു സീനാണ് കാണിക്കുന്നത്. പക്ഷേ ആ കാർ മൂവ് ചെയ്ത് അങ്ങ് അറ്റം പോയി നിൽക്കുന്നത് വരേക്കും സീൻ കാണിക്കുക.
ആ ഒരു സംഭവങ്ങളെയൊക്കെ ഒന്ന് ഒഴിവാക്കി കുറച്ചുകൂടെ ഒന്ന് ട്രിം കട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് ആഡ് ചെയ്ത് ഫൺ എലമെൻറ്റ്സിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ ആഡ് ചെയ്തു. ഇപ്പോൾ ഗുരു സോമസുന്ദരം പുള്ളിക്കാരനെ അത്യാവശ്യം നല്ല പെർഫോമർ ആയിട്ടുള്ള ഒരു അഭിനേതാവാണ്. അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനുള്ള ഒരു ഏരിയ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ചുമ്മാ ഒരു ക്യാരക്ടർ വന്ന് ഒരു പോലീസ് ഓഫീസറാണ്, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു പോലീസ് ഓഫീസർ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പിന്നെ ആശീർവാദ് സിനിമാസിൻ്റെ ഒരു ഗംഭീര അഭിനേതാവായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആൻ്റണി പെരുമ്പാവൂർ പുള്ളിക്കാരൻ 1-2 ഏരിയാസ് വന്നു, ചെറിയൊരു പോർഷൻ ചിരിപ്പിക്കാൻ ശ്രമിച്ചു, പുള്ളിയും പോയി. പിന്നീട് ടോട്ടലി നോക്കുമ്പോൾ ഇസബെല്ല എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഒപ്പം ബറോസ് എന്ന് പറയുന്നൊരു കഥാപാത്രം ലാലേട്ടൻ്റെ കയ്യിൽ വളരെ വളരെ നിസ്സാരമായ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ലാത്തൊരു ക്യാരക്ടർ. അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഒരു ഇതില്ലാത്ത രീതിയിലുള്ള ഒരു കഥാപാത്രം, അദ്ദേഹത്തിന് ഒരുപാട് പെർഫോം ചെയ്യാനൊന്നും ഇല്ലാത്ത ഒരു ക്യാരക്ടർ. ഇസബെല്ല എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെ ആ കുട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. ബട്ട് ഒരു ഇമോഷണലി ആ ഇസബെല്ലയോട് നമുക്കൊരു അടുപ്പം തോന്നാതെ പോയി എന്നുള്ളത് എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇത് കുട്ടികളുടെ സിനിമയാണെന്ന് എടുത്തെടുത്ത് പറയുന്നെങ്കിൽ പോലും കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രേക്ഷകനാണെങ്കിലും ഒരു മൂവിയായിട്ട് കണക്റ്റ് ആവണം. ഇപ്പോൾ മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഇപ്പോൾ നമ്മൾ കണ്ടാൽ പോലും അതിനകത്ത് ഉണ്ടാകുന്നൊരു ഫീലുണ്ട്. ആ ഒരു ഫീലെന്ന് പറയുന്നത് ഓഡിയൻസിൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ ചെന്ന് കയറും. ആ സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ കണ്ടാലും അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സ് സീനിനോട് അടുക്കുമ്പോഴും നമുക്ക് തോന്നുന്ന ചില വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സാധനങ്ങളൊന്നും ഇവിടെ ഈ ഒരു മൂവിയിൽ കണക്ട് ചെയ്യാതെ പോയി. എന്നാൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ ക്വാളിറ്റി കൊണ്ടാണെങ്കിലും അവിടെ ഒരു ഭീകരത സൃഷ്ടിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ആണെങ്കിലും അതൊക്കെ വളരെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ കഥയൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വളരെ നൈസായി പോകേണ്ട ഒരു മൂവി തന്നെ ആയിരുന്നു. അത് കുട്ടികൾക്കുള്ള മൂവിയാണെന്ന് പറഞ്ഞാൽ പോലും അവിടെയും കുറേ കൂടെ അടിപൊളിയാവേണ്ട ഒരു സാധനമായിരുന്നു. പിന്നെ പെർഫോമൻസുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മോഹൻലാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതൊന്നും ഒരു ക്യാരക്ടറേ അല്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടി കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് അതിന് എക്സ്പ്രഷൻസ് ഒന്നും അങ്ങനെ വരുന്നില്ല മോൾക്ക്, എന്താണെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല, ആ കുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടെയുള്ള വുഡു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അത് നന്നായിട്ട് അതിൻ്റെ VFX വർക്കൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആക്ഷൻസും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. കാണുമ്പോൾ നമുക്കതിനകത്ത് കൊള്ളാം, ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്ന് തോന്നും. ആ അണ്ടർ വാട്ടർ സീൻ ഒഴിവാക്കി നിർത്തിയായിരുന്നെങ്കിൽ സിനിമയിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രോസനൊക്കെ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് തന്നെ ഒരു സീൻ കാണിക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കാണിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സ്റ്റോറി ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ ഇങ്ങനെ ഒരു സോങ് ആയിട്ട് കാണിക്കില്ലേ. ഇപ്പോൾ മുഫാസയിൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാധനങ്ങളൊക്കെ കുറച്ചുകൂടെ ക്വാളിറ്റി ബേസ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ എങ്ങനെയാണോ ആ മൂവി പോയിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. സിനിമാറ്റോഗ്രാഫി സന്തോഷ് ശിവനാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചില ഏരിയാസിൽ അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. ബട്ട് അടിപൊളി വിഷ്വൽസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അത് ചില ഏരിയാസിൽ വരുന്ന VFXൻ്റെ വർക്ക് അത് ഏറ്റില്ല. എസ്പെഷ്യലി ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസിനകത്ത് ഒരു നടുക്ക് ഇങ്ങനെ ഒരു ഐസ് കൊണ്ടുള്ളൊരു സാധനമൊക്കെ ഉണ്ടായി ഇങ്ങനെ വരുന്ന സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചില ഇടങ്ങളിൽ അടിപൊളിയാണ്, ചിലയിടങ്ങളിൽ ഭയങ്കര ഇതായിട്ട് വന്നിട്ടുണ്ട്. എനിവേ, കുട്ടികളൊക്കെ ആയിട്ട് വന്നിരുന്ന് നിങ്ങൾ കാണാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത ഒരു സിമ്പിൾ മൂവി എന്നുള്ളതിനപ്പുറത്തേക്ക് സിനിമയിൽ വലിയ ഇമോഷണലായിട്ടോ അല്ലെങ്കിൽ വലിയ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതോ വണ്ടർ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ സിനിമ. അങ്ങനെ ഒരു ഫാൻറ്റസി മൂവി കാണാൻ വന്നു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ചബിളിന് പറ്റിയ ഒരു മൂവിയാണ്. മോഹൻലാൽ എന്നൊരു സംവിധായകൻ അത്യാവശ്യം എല്ലാ ഏരിയയിലും നല്ല രീതിയിൽ തന്നെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ ഒരു കാര്യത്തിലും കൂടെ നന്നായിട്ടുണ്ടായിരുന്നെങ്കിൽ മൂവി കുറേ കൂടെ അടിപൊളിയാണ്. കാരണം നമ്മൾ ആ ഒരു ഫിലിമിലേക്ക് പൂർണ്ണമായിട്ട് ആ ഒരു വേൾഡിലേക്ക് ഇറങ്ങിച്ചെന്നേനെ. ഇത് അങ്ങനെ ഒന്നും ഇറങ്ങാൻ പറ്റാത്ത ഒരിതായിപ്പോയി. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള സിനിമയാണെങ്കിൽ പോലും ഭയങ്കര മെച്ചോർഡായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്ക് കുട്ടികളുടെ മൈൻഡിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിൽ കുറച്ചുകൂടെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് തോന്നി. ഇതിപ്പോൾ അവിടെ എത്താതെയും പോയി എന്നാൽ ഇറങ്ങിയും പോയി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പലയിടങ്ങളിലും ഫീൽ ചെയ്തു. ഇനി ഇതിപ്പോൾ ആരെങ്കിലും ഡീഗ്രേഡിങ് എന്നൊക്കെ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. കാരണം എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. പരമാവധി സിനിമയിൽ പ്രൊഡക്ഷൻ ക്വാളിറ്റി, വിഷ്വൽ ക്വാളിറ്റി, മ്യൂസിക്, പെർഫോമൻസസ് ഇതെല്ലാം നല്ലതായിരുന്നു. സ്റ്റോറി ലൈൻ കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയാക്കിയിരുന്നെങ്കിൽ നല്ലൊരു മൂവിക്കുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു. കാരണം നല്ലൊരു മൂവി മീൻസ് കുറേ കൂടെ നമ്മളൊരു ഫാൻറ്റസി മൂവിയിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാമായിരുന്നു. ബട്ട് അതൊക്കെ എവിടേക്കോ മിസ്സായിപ്പോയ ഒരു ഫീൽ, ഒരു പാതി വെന്തുപോയി എന്ന് തോന്നിയ ഒരു അവസ്ഥയായിപ്പോയി. എനിവേ, കൂടുതലൊന്നും പറയാനില്ല. അഭിപ്രായങ്ങൾ വ്യക്തിപരം, സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. എനിവേ, ഇൻ ഷോർട്ട് മല്ലോ ഈ സിനിമയ്ക്ക് എടുക്കുന്ന റേറ്റിംഗ് 3 out of 5 ആണ്. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും